നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു വകയും ചെയ്തിട്ടില്ല. അതിനിങ്ങനെ കണ്ണു ചോരയില്ലാതെ തല്ലണോ? ഇത് ക്രൂരതയല്ലേ? കുട്ടികളായാലേ അനുസരണ അച്ചടക്കം വേണം. അധ്യാപകർ ഒരു പ്രവൃത്തി ചെയ്യാൻ പറഞ്ഞാൽ അത് കൃത്യമായി ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ തല്ലും. കുട്ടികളെ തല്ലി തന്നെ വളർത്തണം. അതൊരിക്കലും പറ്റില്ല ടീച്ചറെ. കുട്ടികളെ തല്ലാനോ ഉപദ്രവിക്കാനോ ഉള്ള അവകാശമൊന്നും നമുക്കില്ല. ഇവരെ ഉപദേശിച്ചാണ് നമ്മൾ നന്നാക്കേണ്ടത്. താൻ എന്നെ ഉപദേശിക്കണ്ട. എന്ത് വേണോന്ന് എനിക്കറിയാം. താൻ തന്റെ കാര്യം അങ്ങ് നോക്കിയാ മതി. ഒന്ന് പോയേ. പോകാൻ. എന്താ ഇവിടെ പ്രശ്നം? അത് പിന്നെ മാഡം, ഈ ടീച്ചറുടെ ഈ നിൽക്കുന്ന കുട്ടിയെ സ്കെയിൽ ഉപയോഗിച്ച് പൊതിരെ തല്ലുമായിരുന്നു. അത് ചെയ്യാൻ പാടുണ്ടോ? ഞാൻ അതിനെ ചോദ്യം ചെയ്തു. അതിനാ ടീച്ചർ എന്നോട് ചൂടാവുന്നേ. മാഡം തന്നെ അങ്ങോട്ട് നോക്കിയേ. ഇതെല്ലാം ഈ ടീച്ചർ തല്ലിയ പാടുകളാ. കഷ്ടമല്ലേ? ഇയാൾ ഈ സ്കൂളിന്റെ മാനേജറോ പ്രിൻസിപ്പളോ ഒന്നും അല്ലല്ലോ. ഈ കാര്യത്തിൽ ഇടപെടണ്ട. രാധിക ടീച്ചർ നിർത്തൂ. മോൻ ചെന്നേ ചെല്ല്. ദേവിക ടീച്ചർ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇനി ഇത് ആവർത്തിച്ചാൽ രാധിക ടീച്ചർക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടാവും. ഓർത്തോ? ആ ദേവിക വരൂ. ഇന്നിവിടെ നടക്കുന്ന സ്പെഷ്യൽ ഡ്രോയിങ് ക്ലാസിന്റെ മേൽനോട്ടം ടീച്ചർക്കാ. പറഞ്ഞത് മറക്കണ്ട. ഇവളാരാ ഈ ദേവിക? ഇവളെ ഈ സ്കൂളിൽ അധികം വെച്ച് വാഴിക്കാൻ പാടില്ല. ഹായ് ഏഞ്ചലേ, ഏഞ്ചൽ, ഏഞ്ചലേ, ഏഞ്ചലേ, കുട്ടാ, ഏഞ്ചൽ എന്നെ കാണാൻ വന്നാണോ? എനിക്കിപ്പോ എവിടെയാ ജോലി കുട്ടാ? ആണോ? ഹായ്. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? കുട്ടൻ എങ്ങനെയാ ഇവിടെ വന്നേ? ഞാൻ കാറിലാ വന്നേ. ആരാ കുട്ടനെ ഇവിടെ കൊണ്ടുവന്നത്? കുട്ടൻ ആരുടെ കൂടെയാ വന്നേ? ഞാൻ അമ്മയുടെ കൂടെ വന്നേ. അമ്മയുടെ കൂടെയാണോ വന്നേ? ഏഞ്ചലേ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. വാ വാ ഏഞ്ചലേ, ഇവിടെ ഇരിക്കാം. നീങ്ങിരിക്ക്. അയ്യോ അവിടെ വീടല്ലേ. വാ വാ ഇരിക്ക് ഏഞ്ചലേ. ഹായ്. ഇനി നമുക്ക് ഇവിടെ ഇരുന്ന് വർത്താനം പറയാം. അയ്യോ, ക്ലാസ് റൂമിൽ വർത്താനം പറയാൻ പാടില്ല. അതൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് ആദ്യം നമുക്ക് വരയ്ക്കാം. വരയ്ക്കേ. അല്ല, അതെനിക്ക് ഏഞ്ചലിനെ വരയ്ക്കണ്ടേ? ആണോ? വരയ്ക്കട്ടെ. വരയ്ക്കട്ടെ. ആ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.